പിന്നെ പറയാണ്, ഭഗവാനെ ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ടാകുന്നു, അവരെ സ്വാർത്ഥമതികളായിട്ട് ഹിമാലയത്തിൽ പോയി ഗുഹ പോയിട്ട് തപസ് ചെയ്യാതിരിക്കുന്നു. ഇവിടെ ഈ സംസാര താപതപ്തന്മാരായി കിടക്കുന്ന ആളുകളെ അശേഷം ശ്രദ്ധയില്ല എന്നാണ് ഭഗവാനെ. എന്ന് പറഞ്ഞാൽ സങ്കല്പം കൊണ്ട് ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതായ ഭഗവാനെ, ഈശ്വര വിമുഖന്മാരായിരിക്കുന്ന ആളുകളെ ഈശ്വരാഭിമുഖമാക്കി തീർക്കണമെങ്കിൽ അവിടുത്തെ കരാവലംബം കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് കരാവലംബം ചെയ്ത് അവരെ നല്ല മാർക്ക് പിടിക്കണമെന്നാണ്. പിന്നെ പറയാണ്, ഈ പ്രഹ്ലാദൻ്റെ ഈ സ്തുതിയൊക്കെ കേട്ടു ഭഗവാന്റെ സ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, പ്രഹ്ലാദ നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാണ്. ഇവിടെയാണ് ചോദ്യം വരുന്നത്. അതായത് ഭക്ത ഹൃദയത്തിൽ വരത്തിന് കൊതിയോ എന്ന് വന്നിരിക്കുന്നത്. ഉടനെ എന്താ പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് പിന്നെ എന്നെ വരം തന്നിട്ട് പ്രലോഭിപ്പിക്കുകയാണോ എന്ന് ചോദിക്കാം. അല്ല, ഭഗവാൻ പ്രലോഭിപ്പിക്കുകയല്ല, എനിക്ക് യോഗ്യതയുണ്ടോ ഭഗവാനിൽ ഭക്തി ഉണ്ടാകാൻ, അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കും, എൻ്റെ മനസ്സിൽ കാമവാസനകളൊന്നും മുളയ്ക്കരുത്, ഇതാ പറഞ്ഞിരിക്കുന്നത്. ശബ്ദത്തോടോ സ്പർശത്തോടോ രൂപത്തോടോ രസത്തോടോ ഗന്ധത്തോടോ അല്ല, ഈ അഞ്ചിൻ്റെയും സമഷ്ടി ഒരുമിച്ചുള്ള ഭാവമാണ്, സംയുക്ത ഭാവമാണ്. പുരുഷന് സ്ത്രീ, സ്ത്രീക്ക് പുരുഷൻ. ഇതിലുള്ള ആഗ്രഹം അല്പം പോലും മനസ്സിൽ മുളയ്ക്കാതിരിക്കണം, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വരമാണോ? അല്ല. പിന്നെയോ ഈശ്വരനെ പ്രകാശിപ്പിക്കാൻ തടസ്സമായി നിൽക്കുന്ന ശക്തികളെ മാറ്റണം. നമ്മുടെ ജന്മാവകാശമാണ് ഈശ്വര സാക്ഷാത്കാരം. തിലക് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശം. എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്? ഈശ്വരനിലെത്തുമ്പോൾ. അതുവരെ നമ്മൾ ഈ ലോകത്തുള്ള പ്രകൃതിക്ക് അടിമകളാണ്. അപ്പോൾ ഈശ്വരനിൽ എത്തുന്നത് വരെ മാത്രമേ ശരിയായിട്ട് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിലൊക്കെ നമ്മൾ തന്നെ ചമച്ചിരിക്കുന്നതായ കുട്ടിപ്പെരയുടെ ഉള്ളിലിരുന്നിട്ട് അത് സെൻട്രൽ ജയിലാക്കി ഇരിക്കുകയാണ്. വല്ലപ്പോഴും പുറത്തു വിടും, പോലീസുകാരൊക്കെ കൂടെ പുറത്ത് വരും, പിന്നെ അതിനകത്ത് പോയിരിക്കും. അതല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തത്വസമീക്ഷാ സത്രത്തിനൊക്കെ വന്നിരിക്കുന്നത് ശരീരമൊന്നുമല്ല, ഈശ്വരനെല്ലാം എടുത്തുകൊണ്ട് ആ ബോധം തന്നെയാണ്. ഈശ്വരൻ്റെ ബോധത്തിലെ ഒരു ജഡഭാവം മാത്രമാണ് എൻ്റെ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ആണായാലും പെണ്ണായാലും മലഭാണ്ഡമാണ്, തൊട്ടാ കുളിക്കേണ്ടതാണ്, വൃത്തികെട്ടതാണ്. ഇതിനെയാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത് കാറിലും പ്ലെയിനിലുമൊക്കെ. എന്തോ ഇത് സുഖം, ഇത് സുഖം, ഇത് സുഖം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇത് കേട്ടുപോകാനുള്ളതല്ല. പിന്നെയോ ഉള്ളിൽ തട്ടിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തി ചിന്തിക്കണം, ഇത് പറഞ്ഞത് ശരിയാണോ? സനാതനധർമ്മത്തിൽ ഋഷീശ്വരന്മാർ സാക്ഷാത്കരിച്ചിരിക്കുന്നതായ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ബോധം ഒന്നേ ഉള്ളൂ ഈ ലോകത്തിൽ നിന്ന്. എങ്ങനെയാണ്? സമാധിയിൽ കൂടിയിട്ട്, നിർവീജ സമാധിയിൽ കൂടിയിട്ട് സാധിക്കും. അല്ലെങ്കിലോ ഗുരുവിൽ നിന്ന് പിന്നെ ഉപദേശവാക്യം സ്വീകരിക്കാൻ ഉള്ളത് യോഗ്യത ആണ്. അതായത് നിത്യാനിത്യ വസ്തുവിരാഗം, ഇഹാമത്ര ഫലഭോഗവിരാഗം, ശമാധി ഷഡ്കം, മുമുക്ഷുത്വം, ഈ പറഞ്ഞ 4 യോഗ്യതകളുമുണ്ടെങ്കിൽ ശ്രവണം, മനനം, നിധിധ്യാസം, ഈ 3 പ്രക്രിയയിൽ കൂടി എത്താം. യോഗ്യത വേണം. അല്ലാത്തവർ പറയാം തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈപ്പ് റെക്കോർഡ് അത് ഓൺ ചെയ്യുമ്പം കൊടുന്ന് പോരാ. ഇതാണ് സത്യം, മനസ്സിലാക്കണം. ലോകത്തിൽ ഒരൊറ്റ മതം, ഏകദൈവ വിശ്വാസമുണ്ടെങ്കിൽ സനാതനധർമ്മം മാത്രം. ഒരു ഈശ്വരനെയും പഴിക്കുന്നില്ല. ഇപ്പം ചില ആളുകൾ അറിവില്ലാത്തവരെ ചില സങ്കല്പങ്ങളൊക്കെ പഴിക്കാനൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ രൂപത്തിൽ ഈ അഖണ്ഡബോധത്തെ ക്രിസ്ത്യാനികൾ ഭജിക്കുന്നു. അള്ളാഹുവിൻ്റെ രൂപത്തിൽ ഈ അഖണ്ഡബോധത്തെ മുസ്ലിമുകൾ അവരുടെ ബുദ്ധിക്ക് അനുരൂപമായിട്ട് ഭജിക്കുന്നു. ബുദ്ധന്മാർ ആ ബോധിസത്വനെ അവരുടെ ബോധത്തിന് അനുസരിച്ച് വെറുക്കുന്നു. നാസ്തികന്മാരോ അത് അവരുടെ രീതിയിൽ ആ ബോധത്തിനനുസരിച്ച് ആ തത്വത്തിനെ അവരുടെ നാസ്തികത്വം ഉണ്ടല്ലോ. CPI ആയാലും CPM ആയാലും ഒക്കെ ഉണ്ട്. ഈ CPM-നെയും CPI-നെയും ഭാവി വരുന്നത് CPM-ഉം I² ഉം Q ഒക്കെ വരും.
4 ഒക്കെ ആവുമെന്നാണ്. അതിനെയൊക്കെ ബോധിപ്പിക്കുന്ന ഈ ഒരു ഒറ്റ ബോധം അഖണ്ഡ സച്ചിദാനന്ദമായിരിക്കുന്ന വസ്തു എന്നാണ്. അപ്പം പറയുകയാണ്, എനിക്ക് ഇപ്പം ഈ ലോകത്തുള്ളൊരു പദാർത്ഥങ്ങളിൽ ആഗ്രഹം വരരുത്, ശരി, വരം തന്നിരിക്കുന്നു. പിന്നെ എൻ്റെ പ്രതിപുരുഷനായിട്ട് നിൻ്റെ അച്ഛനെ ഇപ്പം കൊന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ അസുര ചക്രവർത്തിയായിട്ട് നീ തന്നെ വാഴണം. ഒരു മന്വന്തരക്കാലം എന്ന് പറഞ്ഞാൽ 71 ചില്ലുവാനും ചതുരയുഗം ഭഗവാന്റെ ആൾക്കാരായിട്ട് നമുക്ക് തരുന്നതായ ഞാൻ എന്നുള്ള അഹങ്കരിക്കുന്ന ആളുകൾക്ക് തരുന്ന ഒരു ഉപദേശമാണ് ഭഗവാൻ നരസിംഹമൂർത്തി തരുന്നത്. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയൊക്കെ എങ്ങനെ ചെയ്യണം? ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം എന്ന പോലെ. എൻ്റെ കൈക്ക് എടുക്കാനും കൊടുക്കാനും കഴിയുന്ന ശക്തി എവിടെ നിന്ന് കിട്ടുന്നു? ഈശ്വരനിൽ നിന്നാണ്. അപ്പോൾ ആ കൈ കൊണ്ടുള്ള പ്രവൃത്തി ആർക്ക്? ഈശ്വരൻ്റെ പ്രവൃത്തിയാണ്. എനിക്ക് ചിന്തിക്കാൻ ആര് ശക്തി തരുന്നു? ഈശ്വരൻ. പറയാൻ അറിയുന്നു? ഈശ്വരൻ. അപ്പോൾ ഈ ശരീരത്തിൻ്റെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ പ്രവർത്തനശേഷി എവിടെ നിന്നാണ് ഊറി വരുന്നത്? ഈശ്വരനിൽ നിന്നാണ്. ആ ഈശ്വരനെ സ്മരിക്കാതെ ജീവിക്കുന്നവരെ പോലെ നന്ദി കെട്ടവരെ കൃതജ്ഞന്മാരായിട്ട് ലോകത്തിൽ വേറെ ആരുമില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യുന്നതും ഈശ്വരനെ ഓർത്ത് ചെയ്തോളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ. പിന്നെ എന്താ പറഞ്ഞത്? നിൻ്റെ അച്ഛൻ്റേതായിട്ടുള്ള സംസ്കാരക്രിയകളൊക്കെ ചെയ്യണം. എന്നിട്ട് പിന്നെ ഭഗവാനോട് പറയുകയാണ് പ്രഹ്ലാദൻ, അതായത് എൻ്റെ അച്ഛൻ അവിടുത്തെ ഭക്തനാവുന്ന എന്നെ ഉപദ്രവിച്ചു എന്നാണ്. പിന്നെ അവിടുത്തെ സ്വരൂപം മനസ്സിലാക്കാതെ അങ്ങേക്ക് എല്ലാവരും സമമാണെന്നാണ്. അത് മനസ്സിലാക്കാതെ അങ്ങേക്കെതിരായി എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പുത്രൻ ആണ് ഞാൻ. അതുകൊണ്ട് പുത്രൻ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ നിന്ന് പുത്രൻ എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവർ. അപ്പം ഞാൻ അന്വർത്ഥ നാമാവധി തരണം. എൻ്റെ അച്ഛന് ഗതി കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. അത് കൊടുക്കണം. നീയാവുന്ന ഒരു പുത്രൻ നിൻ്റെ അച്ഛനുണ്ടായതുകൊണ്ട് നിൻ്റെ അച്ഛൻ്റെ 21 തലമുറ ശുദ്ധമായിരിക്കുന്നു. കഴിഞ്ഞ 10 തലമുറ, അതായത് ഹിരണ്യകശിവിൻ്റേതായിട്ടുള്ള അച്ഛൻ വരെയുള്ളതായിട്ടുള്ള 10 തലമുറ. ഇനിയും വരാൻ ഹിരണ്യകശിവിൻ്റെ 11 വരാനുള്ള 10 ഇനി 21 തലമുറ ശുദ്ധമാകും. ഒരു വീട്ടിൽ നിന്ന് നല്ലൊരു ഭക്തൻ, നല്ലൊരു ജ്ഞാനി, നല്ലൊരു യോഗി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഇതിൽ കൂടി വലിയ സമ്പാദ്യമില്ല. അല്ല, സപ്താഹം ഇങ്ങനെ കേട്ടുപോയാൽ മകന് വൈരാഗ്യമെന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ കൂട്ടിവെച്ചിരിക്കുന്ന ഈ സമ്പത്ത് കഴുതയെ പോലെ ചുമക്കാം, വേറെ ആരും കാണില്ലല്ലെന്ന് വിചാരിച്ചിട്ടില്ലേ മാതാപിതാക്കളെ ദുഃഖിക്കുന്നു? അതേ, മക്കളെ കഴുതകളാക്കാണ് തിരിക്കാന്ന്. അതിനു വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് സമ്പാദ്യം എന്താ കൊടുക്കേണ്ടത്? ഭാഗവത ധർമ്മം ശരിയായിട്ട് മനസ്സിലാക്കി കൊടുക്കുക, നാമം ജപിക്കാൻ പഠിപ്പിക്കുക, കീർത്തനങ്ങൾ ആലപിക്കാൻ പഠിക്കുക, മാതാപിതാക്കന്മാരെയും ഗുരുജനങ്ങളെയും ഈശ്വരബുദ്ധിയോടുകൂടി കാണാൻ പഠിപ്പിക്കുക, അതനുസരിച്ച് സേവിക്കാൻ പഠിപ്പിക്കുക. ഇതൊക്കെയല്ലേ ഏതെങ്കിലും ഒരു മാതാപിതാവ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? നിഷ്കർഷയോടെ പറയുമായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, സത്രത്തിലൊരു സ്വാമി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുമായിരിക്കും. തീർന്നോ എന്നാണ്. നിഷ്കർഷയോട് കൂടിയിട്ട് ചെയ്തേ മതിയാവോ എന്ന രീതിയിൽ നിഷ്കർഷിക്കുമോ? അപ്പോൾ ഈ സംസ്കാരം നമുക്കിവിടെ വരുന്നതാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവും. അപ്പം ഭക്ത ഹൃദയത്തിൽ വരക്കൊതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വരമാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ സ്വരൂപത്തിലെത്തണമെങ്കിൽ, ഞാൻ പുത്രനാവണമെങ്കിൽ എൻ്റെ പുത്രധർമ്മം, അതാണ് എൻ്റെ സ്വധർമ്മം. ആ സ്വധർമ്മം അനുഷ്ഠിക്കണം. ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വധർമ്മം? ഭാഗവത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ ചോദ്യം, ശാസ്ത്രങ്ങളുടെയൊക്കെ രഹസ്യം എന്താണ്? എന്താ അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത്? സ്വധർമ്മം എന്താണെന്ന് ബോധിപ്പിക്കൽ.